ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ ചാനൽ റിയൽ ടെക്. ഈ ചാനലിൽ ഞാൻ കൂടുതലും ടെക്നോളജിപരമായ കാര്യങ്ങളാണ്, മോസ്റ്റ്ലി അൺബോക്സിങ്, അധികം ആരും ചെയ്യാത്ത അൺബോക്സിങ് പ്രൊഡക്ട്സ്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ ക്രോംകാസ്റ്റ് വിത്ത് ഗൂഗിൾ TV. അപ്പോൾ അതിൽ അൺബോക്സിങ്ങിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. പ്രൊഡക്റ്റ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ആക്ച്വലി നൂണിലാണ് ഓർഡർ ചെയ്തത്, ദുബായിൽ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലേക്ക് നോക്കാം. ഓക്കെ, നേരെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ക്രോംകാസ്റ്റ് വിത്ത് ഗൂഗിൾ TVയുടെ ബോക്സ്. ക്രോംകാസ്റ്റ് വിത്ത് ഗൂഗിൾ TV. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇത് വെരി ഈസി പ്ലഗബിൾ വിത്ത് HDMI പോർട്ടായിട്ട് കണക്ട് ചെയ്യാം. TVയുടെ HDMI പോർട്ട്. എന്തായാലും നമുക്കിതിനൊന്ന് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നിങ്ങളെപ്പോലെ വളരെയധികം ഈഗറാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉള്ളതെന്നുള്ളത് അറിയാൻ വേണ്ടി. എന്തായാലും ഇവരുടെ പാക്കിംഗ് വളരെ ആസ് യൂഷ്വൽ ആസ് ബിഫോർ. അപ്പോൾ ആപ്പിളിൻ്റെ ആണെങ്കിൽ ശരി, ക്രോംകാസ്റ്റ് ആണെങ്കിൽ ശരി, എല്ലാം നല്ലൊരു പാക്കിംഗ് ആണ്. ഇതിൽ 3 കളേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയത് വൈറ്റ് കളറാണ്, കാരണം വൈറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊരു വേറെ പിങ്ക് കളറും, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ കളറും, ലൈറ്റ് ഒരു ബ്ലൂയിഷ് ഷെയ്ഡായിട്ടൊരു കളറും ഉണ്ട്. ആസ് യൂഷ്വൽ അതിൻ്റെ ബോക്സ് യൂണിറ്റ്, ക്രോംകാസ്റ്റിൻ്റെ യൂണിറ്റാണത്. പിന്നെ അതിൻ്റെ റിമോട്ട്, പിന്നെ അതിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഹൗ ടു സെറ്റപ്പ്, ഓൾ ദിസ് ഡീറ്റെയിൽസ്. വളരെ സ്ട്രൈറ്റ് ആണ്. ആസ് യൂഷ്വൽ ഇത് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് നമ്മൾ TV ഓൺ ചെയ്ത ശേഷം TVയിൽ നമ്മൾ ക്രോംകാസ്റ്റ് HDMI പോർട്ടായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻ്റർഫേസിൽ കാണിക്കും എന്തൊക്കെയാണ് നിങ്ങൾ നെക്സ്റ്റ്. ഒരു നാവിഗേറ്റഡ് മെനു ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ എല്ലാം നാവിഗേഷനുണ്ട്, വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. എല്ലാം നിങ്ങൾക്ക് മൊബൈലിൽ ഗൂഗിൾ ഹോമിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതുവഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻസ് കോൺഫിഗർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ചും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല ആംപിയർ ഉള്ളൊരു അഡാപ്റ്ററാണ്. അതിൻ്റെ ഒരു Type-C കേബിളും കൊടുത്തിട്ടുണ്ട് അവർ അതിൻ്റെ കൂട്ടത്തിൽ. ഇതിൽ നമുക്കിതൊക്കെ മാറ്റിയ ശേഷം ഈ യൂണിറ്റിനൊന്ന് കാണാം. നമുക്ക് വളരെ നീറ്റ്ലി പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അവർ. നല്ലൊരു കെയർ കൊടുത്ത് അതിൻ്റെ ഒരു പാക്കിംഗ് നല്ല രസമുണ്ട്. നല്ലൊരു ഫീൽ, എനിക്ക് ടച്ച് ചെയ്തപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തിരുന്നു. ഡിവൈസ് സെയിം ലൈക്ക് ഒരു ആപ്പിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയും ഫിനിഷിങ്ങും പ്രൊഡക്റ്റുണ്ട്. റിമോട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ ഹാൻഡിയാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ നല്ലൊരു സുഖമുണ്ട്. കേബിളുണ്ട്. അതിൻ്റെ കൂടെ ബാറ്ററീസും പ്രൊവൈഡ് ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. കാരണം ചില സമയത്ത് നമുക്ക് ബാറ്ററി നമ്മൾ അതിനായിട്ട് അന്വേഷണമൊക്കെ ഉണ്ട്. Type-C ആണ്. പൊതുവേ മുമ്പൊക്കെ ഉള്ളത് വന്നിട്ട് അത് മൈക്രോ മിനി ആയിരുന്നു. ഇപ്പോൾ Type-C ആയതുകൊണ്ട് വൺ സൈഡ് USB, അതർ സൈഡ് Type-C. കേബിളും നല്ല ക്വാളിറ്റിയുള്ള Type-C കേബിളാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ കണ്ടൻറ്റ് ഓഫ് ദ ബോക്സ്.